ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഡൈനാമിക്കലി സോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ടാണ്. സോ ബേസ്ഡ് ഓൺ ദിസ് റിപ്പോർട്ട് I want to sort the product name on this column. So I am going to type equal to sort, open parenthesis. ഇവിടെ array എന്ന് ചോദിക്കുന്നുണ്ട്. array എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ അടങ്ങുന്ന സെല്ലുകളെയാണ്. സോ എൻ്റെ ഡാറ്റ അടങ്ങുന്ന സെല്ല് C3 മുതൽ F13 വരെയാണ്. കോമ സോർട്ട് ഇൻഡെക്സ്. സോർട്ട് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത അറയിൽ നിന്നും എത്രാമത്തെ കോളത്തെയാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടതെന്നാണ്. സോ ഞാൻ പ്രോഡക്റ്റ് ആണ് ഇവിടെ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ മൈ കോളം നമ്പർ ഈസ് 1 ടൈപ്പ് ചെയ്യുന്നു, കോമ ഈ കോളം നമ്പർ 1 അസെൻഡിങ്ങിലാണോ ഡിസെൻഡിങ്ങിലാണോ സോർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അസെൻഡിങ്ങിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അസെൻഡിങ്ങിലാണ് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ 1 ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. സോ 1 ടൈപ്പ് ചെയ്യുന്നു, ക്ലോസ് ദ പാരാന്തസിസ്, ടൈപ്പ് ഇൻ്റർ. സി, നമുക്കിവിടെ ഡാറ്റ വന്നിട്ടുണ്ട്. സോ 1 മുതൽ 8 വരെ സീരിയൽ നമ്പറിൽ നമുക്ക് ഡാറ്റ ഞാനിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡാറ്റ പ്രോഡക്റ്റ് നെയിം ബേസ്ഡിൽ സോർട്ടായിട്ടുണ്ട്. ഇനി ഡൈനാമിക് ആയിട്ട് ഈ ഫംഗ്ഷനിൽ അടുത്ത ലെഫ്റ്റ് സൈഡ് ടേബിളിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ടേബിളിൽ ഡൈനാമിക് ആയിട്ട് ആ ഡാറ്റ പുൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഐ ആം ഗോയിങ് ടു ടൈപ്പ് ബുക്സ് for space 1, books, sales 1000, rating 4. ബുക്സ് ഇവിടെ ആദ്യം വന്നിട്ടുണ്ട്. ഇനി let's say apple, category fruit, sales 2000, rating 3.5. സി, ആപ്പിൾ ഇവിടെ ഡൈനാമിക് ആയിട്ട് സോർട്ടായി വന്നിട്ടുണ്ട്. ലെറ്റ്സ് സേ ഡെസ്ക്, ഫർണിച്ചർ, rating 5. സോ നമ്മളിവിടെ ടൈപ്പ് ചെയ്തതെല്ലാം ഇവിടെ ഡൈനാമിക് ആയിട്ട് സോർട്ടായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെയാണ് സോർട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡൈനാമിക്കലി ഒരു കോളം സോർട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ കോളംസ് നമുക്ക് സോർട്ട് ചെയ്യാവുന്നതാണ്. സോ മൾട്ടിപ്പിൾ കോളംസ് എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.